എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ. അതിനായി ഞാനെടുത്തത് 1/2 കിലോ ബീഫാണ്. ഇതുപോലെ നീളത്തിൽ മുറിച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ബീഫ് വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത്. അതേ എണ്ണയിൽ തന്നെ കടുക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 4 സവാള അരിഞ്ഞത്, കറിവേപ്പില എന്നിവയിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ബീഫും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, കൂടെ 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ സംഭവം റെഡി. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.